2015 കണ്ണൂർ കോർപ്പറേഷൻ രൂപീകരിച്ചിട്ട് ആദ്യമായി നടന്ന തെരഞ്ഞെടുപ്പിൽ LDF ആണ് ഭരണത്തിൽ വന്നത്. വികസന മുരടിപ്പിന്റെ 3.25 വർഷങ്ങൾക്ക് ശേഷം 2019 UDFന് ഭരണം ലഭിക്കുന്നത്. അതിനുശേഷം വലിയ വികസന മുന്നേറ്റം നടത്തുവാൻ UDFന് കഴിഞ്ഞിട്ടുണ്ടെന്ന് നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. 2020 നടന്ന തെരഞ്ഞെടുപ്പിൽ UDF വൻ ഭൂരിപക്ഷത്തോടെ അധികാരത്തിൽ വരികയും നല്ല രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്തിട്ടുണ്ട്. ഏറെ സംതൃപ്തിയോടെയും ആത്മവിശ്വാസത്തോടെയുമാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നതെന്ന് നേതാക്കൾ പറഞ്ഞു. കോർപ്പറേഷന്റെ ഭരണങ്ങളെ മറ്റൊന്ന് മുരടിപ്പിക്കുന്ന രീതിയിലുള്ള ജീവനക്കാരെ ട്രാൻസ്ഫർ ചെയ്തുകൊണ്ട് അവരിൽ സ്വാധീനം ചെലുത്തിക്കൊണ്ട് അതിനെയൊക്കെ തന്നെ മുടക്കുന്ന രീതിയിലുള്ള ഒരു നിലപാടാണ് സംസ്ഥാന ഗവൺമെൻറ് സ്വീകരിച്ചത്. നമുക്ക് ഈ 5 വർഷം കൊണ്ട് ഏറ്റവും പ്രശ്നമായി വന്നത് തന്നെ ജീവനക്കാർ അവരുടെ ട്രാൻസ്ഫർ വർക്ക് നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവർ ട്രാൻസ്ഫർ ചെയ്യും, പ്രവൃത്തി എടുത്തുകൊണ്ടിരിക്കുമ്പോൾ മാറ്റും. ആ ഒരു സിസ്റ്റം ഉദ്യോഗസ്ഥ തലത്തിലുള്ളതായിട്ടുള്ള ആ വലിയൊരു അവരെ നമ്മളെ പ്രവർത്തനങ്ങളെ പ്രയാസപ്പെടുത്തുന്ന രീതിയിലുള്ള നിലപാട് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന്. അത് നമ്മൾ ആലോചിക്കേണ്ടത്, കഴിഞ്ഞ ഈ സ്റ്റാർട്ടിങ്ങിൽ അവരുടെ ഭരണം ഇരിക്കുമ്പോഴാണ് ഇവരിവിടെ ഭരിക്കുന്നത്. എന്നിട്ട് പോലും സുഖകരമായ ഒരു വികസനവും ഇവിടെ കൊണ്ടുവരുവാൻ വേണ്ടി സാധിച്ചില്ല. സത്യത്തിൽ ഇവിടെ ഈ നമ്മളെ പുതിയ ബിൽഡിങ്, ആ പുതിയ ബിൽഡിങ് എത്രയും പെട്ടെന്ന് അവിടെ എന്താണിപ്പോൾ ആ ബിൽഡിങ്ങിനോട് കാണിക്കുന്ന നിലപാട്? പുതിയ കോർപ്പറേഷൻ്റെ ഓഫീസ്, കോർപ്പറേഷൻ്റെ ബിൽഡിങ് എത്രയും പെട്ടെന്ന് ഉണ്ടാക്കണമെന്നുള്ള ആ ഉത്തരവാദിത്വത്തോടു കൂടിയാണ് നമ്മൾ പ്രവർത്തനം തുടങ്ങിയതെങ്കിൽ അത് ഇല്ലാതാക്കാൻ എങ്ങനെ പറ്റുമെന്നുള്ളതാണ് അവരാലോചിക്കുന്നത്. ഇതാണ് ഇപ്പോൾ ഇവർ എടുത്തുകൊണ്ടിരിക്കുന്ന നിലപാട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. ഇപ്പോൾ ഇവർ ഇന്നലെ എക്സിബിറ്റ് ചെയ്തൊരു സംഭവം കാണിച്ചു, CPMൻ്റെ ജില്ലാ സെക്രട്ടറി. ഇതൊക്കെ സത്യം പറഞ്ഞാൽ നിങ്ങൾ മീഡിയ പ്രവർത്തകർക്കറിയാമല്ലോ, കോഴിക്കോട് കോർപ്പറേഷൻ ആരാ ഭരിച്ചത്? എത്ര കാലമായി ഭരിക്കുന്നത്? തിരുവനന്തപുരം കോർപ്പറേഷൻ എത്ര കാലമായിട്ട് ഭരിക്കുന്നത്? അവിടെയൊന്നും ചെയ്യാൻ പറ്റാത്തതും, അതുപോലെ തന്നെ 5 വർഷമായി കണ്ണൂർ കോർപ്പറേഷൻ ഭരിച്ചിട്ടും 4 വർഷമായി കണ്ണൂർ കോർപ്പറേഷൻ ഭരിച്ചിട്ടും അവിടെയൊന്നും ചെയ്യാൻ പറ്റാത്തത് ഇപ്പോൾ ഒരു AI എക്സിബിഷനിലൂടെ ഇതൊക്കെ ഞങ്ങൾ നടപ്പിലാക്കുമെന്ന് പറഞ്ഞാൽ കണ്ണൂർ കോർപ്പറേഷനിലുള്ള ജനങ്ങൾ അത് വിശ്വസിക്കുമെന്ന് നിങ്ങളായിരിക്കണം. അതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു പരിഹാസമാണ്. ഇവിടെ മേലേച്ചുവ അടിപ്പാത, അതുപോലെ തന്നെ തെക്കേ ബസാർ സിറ്റി ഇംപ്രൂവ്മെൻറ്റ് പദ്ധതി, ഇതെല്ലാം ഇവിടെ പോയി. ഈ വികസനത്തിന് വേണ്ടി ഇതൊക്കെ ചെയ്യാമായിരുന്ന ഇവരൊന്നും ഇതൊന്നും ചെയ്യാതെ തെരഞ്ഞെടുപ്പ് അടുക്കുന്ന സമയത്ത് പിണറായി വിജയൻ ചെയ്ത പോലെ ക്ഷേമ പെൻഷൻ 400 രൂപ കൂട്ടിക്കൊടുക്കുന്നു. അത് കൂട്ടിക്കൊടുക്കുന്നതൊക്കെ സഹകരണ ബാങ്കിൽ നിന്ന് പണം എടുത്തുകൊണ്ടാണ്. നിങ്ങളത് മനസ്സിലാക്കണം, അതിലേക്ക് ഞാൻ കിടക്കുന്നില്ല. അപ്പോൾ അങ്ങനെ ഈ ഇത്തരം പൊടിക്കൈകളെല്ലാം പ്രയോഗിച്ചുകൊണ്ടാണ് പോകുന്നത്. അതാണിപ്പോൾ ഇവിടെ കോർപ്പറേഷൻ്റെ തെരഞ്ഞെടുപ്പ് അടുക്കുന്ന സമയത്താണ് ഇങ്ങനെ ഒരു എക്സിബിറ്റ് ചെയ്തിട്ട് ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിൽ ഇങ്ങനെ കാണിച്ചുകൊണ്ട് അത് നടപ്പിലാക്കാൻ പറ്റുന്ന ഇത് നിങ്ങൾ ആലോചിക്കേണ്ടത്. ഇതൊക്കെ ചെയ്യാൻ അറിവും നടപ്പിലാക്കാനും കഴിയുമായിരുന്നുവെങ്കിൽ അത് കോഴിക്കോടും അതുപോലെ തന്നെ കണ്ണൂരിൽ 4 വർഷം ഭരിച്ചപ്പോൾ നടപ്പിലാക്കണം. ഇതിനെ നമ്മൾ കണ്ണൂർ കോർപ്പറേഷൻ നടത്താൻ ഉദ്ദേശിച്ച പദ്ധതികളെയൊക്കെ തകിടം മറിക്കുന്ന പരിപാടിയാണ് ഈ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. മറ്റു കാര്യങ്ങളൊക്കെ ഇവിടെ സംസാരിക്കും. കഴിഞ്ഞ 5 വർഷം നടത്തിയ വികസനത്തിൻ്റെ തുടർച്ച എന്നോണം മറ്റ് വികസന പ്രവർത്തനങ്ങൾ നടത്താൻ വേണ്ടിയുള്ള പദ്ധതികൾ ഐക്യജനാധിപത്യ മുന്നണി ആവിഷ്കരിച്ചിട്ടുണ്ട്. കണ്ണൂർ പട്ടണത്തിൻ്റെയും സമീപ പ്രദേശങ്ങളുടെയും സമഗ്ര വികസനം ലക്ഷ്യമിട്ടുകൊണ്ട് മിഷൻ 2030 എന്ന പേരിൽ UDF ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയിട്ടുണ്ട്. അത് ഇന്ന് വൈകുന്നേരം 6:30 കണ്ണൂർ ചേംബർ ഹാളിൽ വെച്ച് പൊതുജനങ്ങളുടെ മുൻപാകെ സമർപ്പിക്കുന്നതാണെന്നും നേതാക്കൾ പറഞ്ഞു. നേതാക്കളായ മാർട്ടിൻ ജോർജ്, അബ്ദുൽ കരീം ചേലേരി, മേയർ മുസ്ലിം മഠത്തിൽ, അഡ്വക്കേറ്റ് TO മോഹനൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. മാതാറാസ് ഇന്ത്യ ഹോസ്പിറ്റൽ, പാമ്പൻ മാധവൻ റോഡ്, തളാപ്പ്, കണ്ണൂർ. ഫോൺ 04972 761 303.